വില്ലപ്പണിയെടുത്തയാളാണ് ഹസ്രത്ത് ദാവൂദ് അലൈഹിസ്സലാം. ആശാരിപ്പണിയെടുത്ത ആരാരാണ് നിങ്ങൾക്കറിയുമോ? ലോകത്തെ ആദ്യത്തെ ആശാരിയാണ്. പരിശുദ്ധ ഖുർആൻ ആ ഒരു പ്രവാചകന്റെ പേരിട്ടൊരു സൂറത്ത് തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്തു നൂഹ് എന്നാണ് അധ്യായത്തിന്റെ പേര്. എന്റെ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെ 980ഓളം കൊല്ലം തന്റെ സമൂഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച ഹസ്രത്ത് നൂഹ് അലൈഹിസ്സലാം മഹാനവർകൾ ലോകത്തെ ആദ്യത്തെ ആശാരിയായിരുന്നു. കപ്പലുണ്ടാക്കിയത് മഹാനായ നൂഹ് അലൈഹിസ്സലാമാണ്. നൂഹ് അലൈഹിസ്സലാം എന്തിനു മടിക്കുന്നുവെന്റെ സഹോദര? ഹലാലായ മാർഗമാണോ ഹറാമായ മാർഗത്തിലൂടെ കോടികൾ സമ്പാദിക്കുന്നതിനേക്കാളും നല്ലത് ഹലാലായ ഈ പറഞ്ഞ രീതിയിലുള്ള ജോലി ചെയ്ത് 1 രൂപ സമ്പാദിക്കാനാണ് എന്റെ സഹോദര. ഹറാമായ കോടികൾ സമ്പാദിക്കുന്നതിനേക്കാളും നല്ലത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ മുഹ്തരിഫ്. ജോലി ചെയ്ത് ജീവിക്കുന്ന മുഅ്മിനായ മനുഷ്യനെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിച്ചോളൂ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അംസാ കാലൻ മിൻ അമലി യദി. ഒരാൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, അധ്വാനിച്ചയാൾ ക്ഷീണിച്ചാണ് വീട്ടിലേക്ക് വൈകുന്നേരം അയാൾ വരുന്നത്. മിൻ അമലി യദി അംസാ മഗ്ഫൂറല്ല. ഹലാൽ സമ്പാദിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അയാൾ ഹറാമിന്റെ വഴികൾ ധാരാളമുണ്ട്. പണമുണ്ടാക്കാൻ പറ്റിക്കാൻ പറ്റുന്ന വഴികളുണ്ട്, വഞ്ചിക്കാൻ പറ്റുന്ന വഴികളുണ്ട്. അതെല്ലാം അയാൾ മാറ്റി നിർത്തിയിട്ട് ഹലാൽ മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചു. എന്നിട്ട് അയാൾ ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങി. രാവിലെ മുതൽ വൈകുന്നേരം വരെ അയാൾ കഷ്ടപ്പെട്ടു ധ്വാനിച്ചു. വൈകുന്നേരം അയാൾ ക്ഷീണിച്ചിട്ടുണ്ട്. അങ്ങനെ അയാൾ തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ അയാൾ വൈകുന്നേരം തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോരുന്നത് അയാളുടെ എല്ലാ ചെറുപാപങ്ങളും പൊറുപ്പിക്കപ്പെട്ട രീതിയിലാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രദ്ധിക്കണം. കച്ചവടക്കാരുണ്ടാകും ഈ സദസ്സിൽ. ഞാൻ ആരെയും ഉദ്ദേശമില്ലല്ലോ പറഞ്ഞത്. ദുന്യാവ് ഇന്നോ നാളെയോ ഒക്കെ കഴിയും. ആരും ഒന്നും കൊണ്ടുപോകാറില്ല. ആരാ ഇവിടെ നിന്ന് കൊണ്ടുപോയത്? ആരാണ് എന്റെ സഹോദര ഇവിടെ നിന്ന് കൊണ്ടുപോയത്? ക്യാ ദുന്യാ സെ സാഹിബേ മാൽ ഗയേ ന ദൗലത് ഗയി സാത്ത് ന തുഫാൽ ഗയേ പഹുഞ്ച ജാകെ ലഹദ തക് ഫിറാए सब लोग हमरा अगर गए तो अमाल गए, हमरा अगर गए तो अमाल गए. क्या क्या दुनिया से साहिबे माल गए. ദുനിയാവിൽ നിന്ന് എത്രയെത്ര പണക്കാർ മരിച്ചുപോയി, എത്രയെത്ര ആളുകൾ മരിച്ചുപോയി. ദുനിയാസെ സാഹിബേ മാൽ ഗയേ ന ദൗലത് ഗയി സാത്ത് ന അത്ഫാൽ ഗയേ. ദുനിയാവിൽ നിന്ന് അവരുടെ കൂടെ അവർ സമ്പാദിച്ച സമ്പത്തോ അവരുടെ പ്രിയപ്പെട്ട മക്കളോ ആരും പോയില്ല. പൗഞ്ചാകെ ലഹദ് തക് എല്ലാവരും പോയി ഖബർ വരെ. ഫിറാए सब लोग പിന്നെ എല്ലാവരും തിരിച്ചു പോന്നു. हमरा अगर गए तो अमाल गए, हमरा अगर गए तो अमाल गए. കൂടെ വല്ലതും പോയെങ്കിൽ അവർ ജീവിതത്തിൽ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മാത്രമാണെന്ന്, അമലുകൾ മാത്രമാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിൽ അവർ സമ്പാദിച്ച സ്വാലിഹായ സൽക്കർമ്മങ്ങൾ മാത്രമാണ് അവരുടെ കൂടെ പോവുക. റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ ആശയമാണ് അല്ലാമാ ഇഖ്ബാലി വരികളിലൂടെ നമ്മെ പഠിപ്പിച്ചത്. എന്റെ സഹോദര, അതുകൊണ്ട് ആരും പിന്നെയോ ഭൂമിയിൽ ജീവിക്കുന്ന കാലമത്രയും അല്ലാഹു ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 4 മാസം പ്രായമാകുമ്പോ അല്ലാഹു പറഞ്ഞേക്കുന്ന ആ മലക്കിനോട് അയാളുടെ ഭക്ഷണവും ആയുസ്സും രേഖപ്പെടുത്താൻ അല്ലാഹു കൽപ്പിച്ചതാണ്. ആയുസ് തീരുന്നതുവരെ ഭക്ഷണം നൽകും അല്ലാഹു. അത് നമ്മുടെ ആരുടെയും ചുമതലയല്ല. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളുടെയും ഭക്ഷണം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്ന്
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഹലാല് മാത്രമേ ഭക്ഷിക്കൂ എന്ന ഒരു ദൃഢമായ തീരുമാനമാണ് നമുക്ക് വേണ്ടത്. നമുക്കാണെങ്കിലോ നേരത്തെ ഉസ്താദ് ഇവിടെ ഓതി വെച്ച ഹദീസില്ലേ, ആദമിന്റെ മകൻ പറയുന്നു, മാലി മാലി മാലി, സ്വത്ത് 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 എന്ന രീതിയിൽ അവൻ പരക്കം പായുകയാണ്. സ്വത്ത് സ്വത്ത് എന്ന രീതിയിൽ അവൻ പരക്കം പായുകയാണ്. വലം യംലഅ ഫാഹു ഇല്ല തുറാബ്. ഏതൊരാളും മരിക്കുന്നതുവരെ ഈ പരാക്രമമാണ് അവന്റെ ജീവിതത്തിലെന്ന് മുഹമ്മദ് മുസ്തഫ. അവൻ മരിച്ചു ഖബറിൽ വെച്ചെങ്കിലേ സമ്പത്തിനോടുള്ളവന്റെ ആർത്തി തീരുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചിന്തിച്ചോളൂ, ആഖിറം നഷ്ടപ്പെടുന്ന രീതിയിലാകരുത് സമ്പാദ്യം. വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഞാൻ അവിടെ ഒരു കളവ് പറഞ്ഞാൽ എനിക്ക് 50,000 ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. 50,000 കിട്ടിയെന്ന് വന്നേക്കാം. അതുപയോഗിക്കാൻ പോലുമുള്ള അവസരം നിങ്ങൾക്കുണ്ടാകണമെന്നില്ല എന്റെ സഹോദര. ഒരുപക്ഷെ കളവ് പറഞ്ഞ് കച്ചവടം നടത്തിയാൽ 12 ലക്ഷം ലഭിച്ചുവെന്ന് വന്നേക്കാം. ആ 12 ലക്ഷത്തിലെ ആദ്യത്തെ തുണ്ട് നീ കൊണ്ടതുകൊണ്ട് വാങ്ങിയ ഭക്ഷണം നിന്റെ വയറിലേക്ക് എത്തുന്നതിന് മുമ്പ് 22 ലക്ഷത്തിന്റെ ഓപ്പറേഷന് നീ വിധേയമാകുന്ന രോഗത്തിന് അല്ലാഹു നിന്റെ ശരീരത്തിൽ അല്ലാഹു നൽകി നിന്നെ പരീക്ഷിച്ചേക്കാം. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ വരാവുന്നതാണ്, പലരും അനുഭവിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ, ഇദാ വഖഅത്തുൽ ലുഖ്മത്തുൽ ഹറാമി ഫീ ബത്നി അഹദികും, ആരുടെയെങ്കിലും വയറിൽ ലുഖ്മത്തുൽ ഹറാമി, ഹറാമായ വഴിയിലൂടെ സമ്പാദിച്ച ഒരു പിടി ഭക്ഷണം ആരുടെയെങ്കിലും വയറിലായാൽ, കേൾക്കണേ, 1 കോടി ഒരാൾ ഹറാമിലൂടെ സമ്പാദിച്ചാലെന്നല്ല, ഹറാമിലൂടെ ഒരാൾ ഒരു പിടി ഭക്ഷണം സമ്പാദിച്ചത് അയാൾ കഴിച്ചാൽ, ഇദാ വഖഅത്തുൽ ലുഖ്മത്തുൽ ഹറാമി ഫീ ബത്നി അഹദികും ലഅനഹു കുല്ലു മലകിൻ ഫിൽ അർളി വസ്സമാ, ആകാശഭൂമികളിലെ മുഴുവൻ മലക്കുകളും അവനെ അടുത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ലഅനത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കുക എന്നത് എല്ലാവരും ദൃഢനിശ്ചയം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഹറാമായ മാർഗമായി കൂടാ. ഹറാമായ മാർഗത്തിൽപ്പെട്ട, വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാൻ, ഞാൻ ഹദീസ് മാത്രം പറഞ്ഞതിന്റെ അർത്ഥേ പറയുന്നുള്ളൂ, കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. കാരണം എന്താ, സമയം ഉണ്ടാവില്ല. നിങ്ങൾ അത് തുലനം ചെയ്താൽ മതി അവനവന്റെ ജീവിതവുമായി. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ